നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ശശി തരൂർ എംപിയാണ്. കാരണം കേന്ദ്രം ശശി തരൂരിനെ അംഗീകരിച്ചതോടെ കോൺഗ്രസുകാർ ആകെ വിരളി പിടിച്ചുള്ള ഓട്ടത്തിലാണ്. കാരണം കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ 4 പേരുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ പേരിൽ തരൂർ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ തരൂരിൻ്റെ പേരെത്തി? ഇപ്പോൾ പിടിയിട്ടിയല്ലോ ആ അണ്ടർഗ്രൗണ്ട് ലൈൻ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, തരൂർ BJPയിലേക്ക് പോകുന്നു എന്ന്. അപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ എങ്ങനെ ഇരിക്കണോ? ഇപ്പോൾ പരക്കുന്ന കരക്കമ്പി എന്താണെന്ന് വെച്ചാൽ തരൂരിൻ്റെ BJP പ്രവേശനത്തിന് ഇനി താമസമുണ്ടാകില്ല എന്നാണ്. അതിൻ്റെ മുന്നോടിയാണ് കോൺഗ്രസ് അവഗണിച്ച തരൂരിനെ കേന്ദ്രം അംഗീകരിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ കോൺഗ്രസിലെ പൊട്ടന്മാർക്ക്? എന്തായാലും നരേന്ദ്രമോദി സർക്കാർ തരൂരിനായി മാറ്റിവെച്ചിരിക്കുന്നത് ഉന്നത സ്ഥാനമെന്നാണ് റിപ്പോർട്ട്. അതായത് കഴിവുള്ളവർ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് പ്രപഞ്ച സത്യമാണ്. അതുകൊണ്ടാണ് തരൂർ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടതും ഉന്നത പദവിയിലെത്താൻ പോകുന്നതും. എന്തായാലും കോൺഗ്രസിലെ മുതിർന്ന പാഴുകൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് ക്ഷണിച്ചതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. എന്തായാലും ആരെ ചൊടിപ്പിച്ചാലും താൻ പോകുമെന്നാണ് തരൂരിൻ്റെ നിലപാട്. ദേശീയ താൽപ്പര്യമുള്ള വിഷയമായതിനാൽ തൻ്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതുകൊണ്ടും ക്ഷണം അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്നാണ് തരൂർ പറയുന്നത്. 4 പേരടങ്ങുന്ന പട്ടികയാണ് കോൺഗ്രസ് കൈമാറിയത്. മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, മുൻ ലോക്സഭ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, MPമാരായ സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്ര എന്നിവരെയായിരുന്നു കോൺഗ്രസ് പ്രതിനിധി സംഘത്തിലേക്ക് നിർദ്ദേശിച്ചത്. ഈ പേരുകൾ സർക്കാർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പകരം തരൂരിനെ എടുക്കുകയും ചെയ്തു. ഇതോടെ തരൂരിന്റെ ചാട്ടം ഉറപ്പായതോടെ വരാൻ പോകുന്ന നാണക്കേട് ഒഴിവാക്കാനായി തരൂരിനെ പുറത്താക്കുമെന്നാണ് കോൺഗ്രസിലെ ഏറാമൂളികളുടെ സംസാരം. ഇപ്പോഴത്തെ വിമർശനങ്ങളടക്കം ഓപ്പറേഷൻ തരൂരിന്റെ ഭാഗമാണെന്നാണ് വിമർശനം. കുറച്ചു കാലമായി തന്നെ കോൺഗ്രസ് നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് തരൂരിന്റെ യാത്രയെ. US ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളിലേക്കാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പോവുക. പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. ആകെ 7 സംഘങ്ങളാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഇതിൽ 4 സംഘങ്ങളെ നയിക്കുന്നത് BJP NDA നേതാക്കളാണ്. രവിശങ്കർ പ്രസാദ്, ബൈജയന്തി പാണ്ഡെ, JDU നേതാവ് സഞ്ജയ് ഛാഡ്, ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ നിന്നുള്ള ശ്രീകാന്ത് ഷിൻഡെ എന്നിവരാണ് ഭരണകക്ഷിയിൽ നിന്നുള്ളവർ. പ്രതിപക്ഷത്തു നിന്നും ശശി തരൂർ, NCP ശരത് പവാർ വിഭാഗത്തിലെ സുപ്രിയ സുലെ, DMK നേതാവ് കനിമൊഴി എന്നിവരാണുള്ളത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി സംഘത്തെ കോൺഗ്രസ് നേതാവായ സഞ്ജയ് ഛാഡാണ് നയിക്കുക. മിഡിൽ ഈസ്റ്റ്, അറബ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദ് നയിക്കും. എന്തായാലും ഈ സന്ദർശനത്തിന് ശേഷം ശശി തരൂരിന്റെ BJP പ്രവേശനമുണ്ടാകും. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.